ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ എന്നെ പരിചയമുണ്ടായിരിക്കും. ഞാൻ ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു രണ്ടാമത്തെ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ആദ്യത്തെ വീഡിയോ ചെയ്തത് പ്രത്യേകിച്ച് വലിയ പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതാണ് ചെയ്തത്. അതൊരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു. പിന്നെ അതിലൂടെ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് വീണ്ടും നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യും. അത് കുറച്ചും കൂടെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അത് ആ സമയത്ത് ഞാൻ പിന്നെ പെർസ്യൂ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ തിരക്കുകൾ കാരണം എനിക്കത് സാധിച്ചില്ല. ആ സമയത്ത് പഠിക്കുമായിരുന്നു. അതായത് ഞാനിവിടെ മാസ്റ്റേഴ്സ് ചെയ്യാൻ എത്തിയതാണ് ഓസ്ട്രേലിയയിൽ. ഇപ്പം ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 8 years ആവുന്നു. അപ്പം പഠിത്തത്തിൻ്റെ തിരക്ക് കാരണവും പിന്നെ അതുപോലെ തന്നെ ജോലി, പാർട്ട് ടൈം ജോലി, പിന്നെ ഫീൽഡിലുള്ള ജോലി കണ്ടെത്താനുള്ള ശ്രമവും അതൊക്കെ കാരണം പിന്നെ ആ സമയത്ത് എനിക്ക് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും ഒരു യൂട്യൂബ് ചാനൽ മീൻസ് നമുക്ക് മറ്റേ പ്രൊഫഷണൽ യൂട്യൂബ് ചാനലുകളെ പോലെ നമുക്ക് എന്നും വീഡിയോ ഇടാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അങ്ങനെ കണ്ടൻറ്റ് കൊടുക്കാൻ നമ്മളെക്കുറിച്ച് ഒരു പക്ഷേ സാധിക്കത്തില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ ഈ ഒരു കാലയളവിൽ നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസസ് മുന്നോട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാൻ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതുപോലത്തെ ചാനലുകൾ. അപ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്കും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു മെൽബൺ ടോക്കീസ്. ഇന്ന് ഞാൻ യാദൃശ്ചികമായിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. രാവിലെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 7:30 AM ആകുന്നു. അതായത് മോർണിംഗ് സൂര്യൻ ഉദിച്ചു വന്നു. നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒരു ചെറിയ വീഡിയോ ചെയ്യാം. നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇപ്പം ഞാനിവിടെ മാസ്റ്റേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ എത്തിയതാണ്. അത് കഴിഞ്ഞ് പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇവിടുത്തെ റെസിഡൻസിയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇപ്പം വിവാഹിതനാണ്. അതുപോലെ തന്നെ എനിക്കൊരു 2 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. അപ്പം ഈ കാലയളവിൽ ഒത്തിരി പേര് ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് റീച്ച് ഔട്ട് ചെയ്യാറുണ്ട് ലിങ്ക്ഡിനിലൂടെയൊക്കെ. അതായത് പ്രൊഫഷണലായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് മോസ്റ്റ്ലി. അതായത് അവർക്കൊക്കെ ഉള്ള ഒത്തിരി ഡൗട്ട്സ് ഉണ്ട്. അതായത് ഓസ്ട്രേലിയ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുമോ, അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും, അല്ലെങ്കിൽ പഠിത്തം കഴിയുമ്പോഴത്തേക്ക് ജോലി കിട്ടാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചോ, അല്ലെങ്കിൽ അത് എത്രത്തോളം എളുപ്പമാണ് ജോലി കിട്ടാൻ, പിന്നെ ഏത് കോഴ്സ് എടുക്കണം, ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം, അതുപോലത്തുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് ഒത്തിരി പേര് റീച്ച് ഔട്ട് ചെയ്യാറുണ്ട്. ആൻഡ് ഐ അപ്രീഷിയേറ്റ് ഇറ്റ് ആസ് വെൽ. ഐ മീൻ, ഞാൻ ഈ ഒരു സമയത്തായിരുന്നപ്പോഴത്തേക്ക് എനിക്കും ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. എൻ്റെ ഒരു ക്ലാസ്മേറ്റ്, അവൻ ഇവിടെ ആദ്യം എന്നെക്കാട്ടിലൊരു 6 months മുന്നേ അവൻ ഓസ്ട്രേലിയയിൽ എത്തിയായിരുന്നു. അപ്പം അവൻ്റെ ഒത്തിരി ഗൈഡൻസും ഹെൽപ്പിലൂടെയാണ് എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഏത് കോഴ്സ് എടുക്കണമെന്നുള്ള ഒരു ഹെൽപ്പ് കിട്ടിയതും എല്ലാം എനിക്ക് അവൻ്റെ ഗൈഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സ്വന്തമായിട്ടും റിസർച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ കരുതി ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം. ഒത്തിരി ദൈർഘ്യമുള്ള വീഡിയോ ആയിരിക്കത്തില്ല. അപ്പം ഒരു ചെറിയ വീഡിയോ ചെയ്യാം. അപ്പം എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, അതായത് മെൽബണിലേക്കോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ ഏത് സിറ്റിയിലേക്കും പഠനത്തിനായിട്ട് വരുന്ന ഒരു വ്യക്തി എന്താണ് പ്രതീക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ അവരുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ റിസർച്ചാണ് അവർ ചെയ്യേണ്ടത് ബിഫോർ ദേ ആക്ച്വലി അപ്രോച്ച് ആൻ ഏജൻറ്റ്, ഒരു കൺസൾട്ടൻറ്റിനെയൊക്കെ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ അവരെന്തൊക്കെ ഒരു പ്രിപ്പറേഷനാണ് അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ. അത് ഹോപ്പ്ഫുള്ളി അത് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ഇറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഒത്തിരി പേര് ചോദിക്കുന്നത്, ഈസ് ഓസ്ട്രേലിയ എ റൈറ്റ് ചോയ്സ്? നമുക്കറിയാം, നമുക്ക് ഒത്തിരി രാജ്യങ്ങളുണ്ട് ഉപരിപഠനത്തിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. കാനഡ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, അല്ലെങ്കിൽ US ആയിക്കോട്ടെ. എന്തുകൊണ്ട് ഞാൻ ഓസ്ട്രേലിയ ചൂസ് ചെയ്തു, അല്ലെങ്കിൽ ഒരാൾ ഓസ്ട്രേലിയ എന്തുകൊണ്ട് ചൂസ് ചെയ്യണം? അപ്പം നമുക്കതിൽ തുടങ്ങാം.
ഓസ്ട്രേലിയ എന്നെ സംബന്ധിച്ച് ഓസ്ട്രേലിയയിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് നമ്മൾ പഠിക്കാൻ വരുന്ന ഒരു കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതേ ഫീൽഡിൽ നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച ഫീൽഡിൽ തന്നെ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഓസ്ട്രേലിയയിൽ ഒരുപാടുണ്ട്. അപ്പോൾ അതായിരുന്നു വൺ ഓഫ് ദി ഡ്രോയിങ് ഫാക്ടേഴ്സ് എന്നെ ഇതിലേക്ക് ഈ ഒരു കൺട്രി ചൂസ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, അതായത് ഞാൻ ആദ്യം കാനഡയിൽ നോക്കിയായിരുന്നു. പക്ഷേ കാനഡയിലേക്ക് ഞാൻ എൻ്റെ ആകാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റും കൂടെ ആയിരുന്നു. നമുക്കറിയാം ഓസ്ട്രേലിയയെ സംബന്ധിച്ച് നമുക്ക് അത്രയും ബുദ്ധിമുട്ട് ഏറിയ ഒരു ക്ലൈമറ്റ് ഇല്ല. ഞാനിപ്പോൾ മെൽബണിലാണ്. കൂട്ടത്തിൽ മെൽബണിലെ ക്ലൈമറ്റാണ് ഇച്ചിരി മോശം. അതായത് എപ്പോഴും ഇവിടെ ഭയങ്കര വിൻഡി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഗ്ലാസ്സൊക്കെ വെച്ചിരിക്കുന്നത്. മോസ്റ്റ് ഓഫ് ദി ടൈംസ് ഇവിടെ ഇച്ചിരി വിൻഡി ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇതല്ല. ചിലപ്പം തണുപ്പ്, ചിലപ്പം ചൂട്, ഒരേ ദിവസം തന്നെ മഴയും തണുപ്പും ചൂടും എല്ലാം ഒരുപോലെ ഒരു ദിവസം തന്നെ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. അതിവിടുത്തെ ഒരു ബ്യൂട്ടിയുമാണ്. അപ്പം ഒത്തിരി പേര് അതിനെക്കുറിച്ചൊരു കംപ്ലയിൻറ്റ് പറയാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒത്തിരി എക്സ്ട്രീം ക്ലൈമറ്റ്സ് അല്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ ട്രോപ്പിക്കൽ കൺട്രിയിൽ നിന്ന് വരുന്ന നമുക്ക് ഇവിടുത്തെ തണുപ്പും ചൂടും ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ചോയ്സ്. അപ്പം ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ കാര്യം ആയിക്കോട്ടെ. പിന്നെ ഇവിടുത്തെ ആൾക്കാർ വളരെ വെൽക്കമിങ് ആണ്. അതായത് ഒരു സ്റ്റിഗ്മയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഞാനൊക്കെ വരുന്ന സമയത്ത് നമ്മളൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ റേസിസവും അല്ലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും നാളത്തെ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഒരു തവണ പോലും എനിക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ മീൻസ് മൾട്ടി കൾച്ചറലായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ എപ്പോഴും ഇൻട്രാക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ സമയത്തും അവരെല്ലാവരും നമ്മളെ വളരെ വെൽക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഡെലിവറി ജോബ്സും ഒക്കെ ഇനീഷ്യലി നമ്മൾ പാർട്ട് ടൈം ജോലിയുടെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്തുമൊക്കെ നമ്മൾ ഇവിടുത്തെ ആൾക്കാരുടെ, അതായത് ഈ വൈറ്റ്സിൻ്റെ വീട്ടിലൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഡെലിവറി സംബന്ധമായിട്ടുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് പോകാനൊക്കെ ഇടയായിട്ടുണ്ട്. അപ്പം അവരൊക്കെ എല്ലാ സമയത്തും നമ്മളെ മീൻസ് നന്നായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളതും സ്വീകരിച്ചിട്ടുള്ളതും. അപ്പം എനിക്ക് പേഴ്സണലി ഒരു എന്താ പറയുന്ന അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. പിന്നെ അറ്റ് ദ സെയിം ടൈം നമ്മളെല്ലാവരും കരുതുക, അതായത് നമ്മൾ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇവിടുത്തെ ഒരു സെക്കൻഡ് ഗ്രേഡ് സിറ്റിസനായിട്ട് എന്താണേലും വരത്തുള്ളൂ. അപ്പം നമ്മൾ ഓവർ എക്സ്പെക്റ്റേഷനുമായിട്ട് വരരുത്. പക്ഷേ എന്നിരുന്നാലും ഒരു ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലോ ഒന്നും എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് വേറൊരു കാര്യം. അപ്പം ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ പിന്നെ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇവിടുത്തെ ജോലി ആയിക്കോട്ടെ, നമുക്ക് നല്ല ഹൈലി പെയ്ഡ് ജോബ്സുമാണ് ഇവിടുത്തെ പൊതുവെ താരതമ്യം ചെയ്യും. ഇപ്പോൾ US ഒക്കെ ഇതിനെക്കാട്ടിലും ബെറ്റർ ആയിരിക്കും. പക്ഷേ ഞാൻ കുറേ ഒരു ബാലൻസും കൂടെ നോക്കുമ്പോഴത്തേക്ക് ആസ് ഇൻ എ ഹോൾ ഓസ്ട്രേലിയ ഈസ് എ വെരി 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 ഗുഡ് ഓപ്ഷൻ. അപ്പം ഈ കാരണങ്ങളൊക്കെയാണ് നമുക്ക് ഓസ്ട്രേലിയ ചൂസ് ചെയ്യാൻ ഒരു റീസൺ ആയത്. സോ ദാറ്റ്സ് ദി ആൻസർ ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Now let's discuss another question. So ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ഏത് കോഴ്സ് എടുക്കണം, ഏത് യൂണിവേഴ്സിറ്റി പോകണം, ഏത് സിറ്റിയിലേക്കാണ് വരേണ്ടത്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പലർക്കും അവരുടെ BTech അല്ലെങ്കിൽ അവർ ബാച്ചിലേഴ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസം കഴിയുമ്പോഴോ ഒക്കെ അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിദേശത്തോട്ട് പോയാൽ മതി. അപ്പം അവർ പേഴ്സണലി ഒരു എഫേർട്ട് എടുക്കുന്നത് വളരെ കുറവാണ്. അതായത് അവർ ചെക്ക് ചെയ്യുന്നില്ല എന്താണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ അവരേത് മേഖലയിലേക്കാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ അവർ ഏത് മേഖലയിലേക്കാണ് അവരുടെ ഫ്യൂച്ചർ മീൻസ് പോകേണ്ടത്. അപ്പോൾ അങ്ങനത്തുള്ള ഒത്തിരി ഒരു ഡ്രോബാക്ക് നമ്മുടെ ഭാഗത്തും ഉണ്ട്. ഫസ്റ്റ് നമ്മൾ വേറൊരാളുടെ ഒപ്പീനിയൻ എടുക്കുന്നതിന് മുന്നേ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ സമീപിക്കുന്നതിന് മുന്നേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കണം. ഒരു 2 വീക്സ് നമ്മൾ സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നമ്മൾ റിസർച്ച് ചെയ്യണം. ഇന്ന് ഓൺലൈൻ ഒരുപാട് റിസോഴ്സസ് അവൈലബിൾ ആണ്. ഇപ്പം യൂട്യൂബ് ചാനൽസ് ഉണ്ട്, അല്ലെങ്കിൽ വെബ്സൈറ്റ്സ് ഉണ്ട്. എല്ലായിടത്തും നമ്മൾ റിസർച്ച് ചെയ്തിട്ട് ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, എസ്പെഷ്യലി ഏത് കോഴ്സ്, അത് നമ്മളായിട്ട് ഡിസൈഡ് ചെയ്യണം. നമ്മൾ ഒരു 3 to 4 ഓപ്ഷൻസുമായിട്ട് വേണം നമ്മുടെ കൺസൾട്ടൻ്റ്, അതായത് എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റോ അല്ലെങ്കിൽ വിസയുടെ കൺസൾട്ടൻറ്റോ നമ്മൾ കാണാൻ പോകുന്നത്. അത് നമ്മുടെ കയ്യിൽ ആ ഓപ്ഷൻസ് ഇല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമുക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു
കോളേജോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു കോഴ്സോ നമുക്ക് ഫോഴ്സ്ഫുള്ളി എടുക്കേണ്ട ഒരു ഇത് വരും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് എല്ലാം ഓരോ യൂണിവേഴ്സിറ്റീസുമായിട്ട് ടൈപ്പ് ആയിരിക്കും. അതായത് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പം അവർക്ക് എത്ര എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ ഏതായിരിക്കും കൂടുതൽ അവർക്ക് ഏർണിങ്സ് ഉണ്ടാക്കി തരുന്നത്. അവർ ചില സമയത്ത് ഇപ്പം നമുക്ക് ഓണം ബോണസ്, ക്രിസ്മസ് ബോണസ് എന്നൊക്കെ പറയുന്ന പോലെ ഓരോ ഘട്ടങ്ങളിൽ ഓരോ യൂണിവേഴ്സിറ്റീസിനും അതിൻ്റേതായിട്ടുള്ള ഓഫേഴ്സും ബോണസസും ഒക്കെ ഉണ്ട്. അപ്പം ആരാണോ കൂടുതൽ ബോണസും ഓഫറും ഒക്കെ മീൻസ് മാർക്കറ്റിലുള്ളത് അവർ അതിലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. എല്ലാവരും ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ എൻ്റെ കേസിലൊന്നും അത് സംഭവിച്ചിട്ടില്ല. നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു ഡിസിഷൻ്റെ പുറത്താണ് ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റീസ് എല്ലാം സെലക്ട് ചെയ്തത്. അപ്പം അതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇപ്പോൾ ഇവിടത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം അവർ തന്നെ ചെയ്യേണ്ട ഒരു റിസർച്ചാണ് ഫൈൻഡ് ഔട്ട് ദി യൂണിവേഴ്സിറ്റി, ഫൈൻഡ് ഔട്ട് ദി കോഴ്സ്. അതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയേച്ച് വേണം നമ്മളൊരു തേർഡ് പാർട്ടിയെ കൺസൾട്ട് ചെയ്യാൻ പോകാൻ. ഇനി വേറൊരു കാര്യം, ഇവിടുത്തെ ഫീസ് കമ്പാരിറ്റീവ്ലി ഓസ്ട്രേലിയയുടെ ഫീസ് എസ്പെഷ്യലി വെൻ യു കമ്പയർ ടു കാനഡ ഇച്ചിരിയും കൂടെ കൂടുതലല്ലേ. അത് കാരണം ഒത്തിരി പേര് ഇവിടം സെലക്ട് ചെയ്യാതിരിക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എനിക്ക് മീൻസ് ക്വയറീസ് വരാറുണ്ട്. ഈസ് ഇറ്റ് ഓക്കെ ടു സെലക്ട് ഓസ്ട്രേലിയ ബിക്കോസ് അതിനകത്ത് കോസ്റ്റ് കൂടുതലാണല്ലോ. അപ്പം എൻ്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻസസ് ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം വെദർ ഇറ്റ് ഈസ് അഫോർഡബിൾ ടു അസ്. ഞാൻ പറയുന്ന അഫോർഡബിൾ ഇൻ ദ സെൻസ് നോബഡി ഹാസ് ഗോട്ട് ദ മണി വെൻ ദേ കം ഹിയർ. സോ എവറിബഡി ഈസ് ടേക്കിംഗ് എഡ്യൂക്കേഷൻ ലോൺ. അപ്പം അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് എല്ലാവരും തന്നെ ഇവിടെ വരുന്നത്. ആരും കയ്യിൽ പൈസ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ആരും തന്നെ ഇവിടെ വരുന്നുണ്ടെന്ന്. അപ്പം എൻ്റെ കേസിൽ ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടാണ് വന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് നമ്മൾക്ക് ജോലി കിട്ടുമ്പോഴത്തേക്ക് എത്ര നാളും കൊണ്ട് നമുക്ക് ആ എഡ്യൂക്കേഷൻ ലോൺ റീപേ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനത്തുള്ള കുറച്ച് പിന്നെ ജോലി കിട്ടാനുള്ള സാധ്യത, അപ്പോൾ അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഐ എൻഡഡ് അപ്പ് ഇൻ ഓസ്ട്രേലിയ. ആൻഡ് എനിക്ക് ആ എടുത്ത ഡിസിഷനിൽ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് താനും. അപ്പം ഇതിനകത്തേക്കും ഐ വുഡ് കാറ്റഗറൈസ് ദിസ് ആസ് ലൈക്ക് 3 ഡിഫറെൻറ്റ് ടയർസ്. എന്താ പറയുന്നത്, നമുക്കിപ്പം ഏതൊരു കാര്യത്തിലും നമുക്ക് ഹൈ എൻഡ് ഉണ്ട്, മീഡിയം ലെവലുണ്ട്, അതുപോലെ തന്നെ പ്രൈസ് വളരെ കുറഞ്ഞ കോമോഡിറ്റീസും ഉണ്ട്, അല്ലെ പ്രൊഡക്ട്സും ഉണ്ട്. അതുപോലെ തന്നെയാണ് എഡ്യൂക്കേഷൻ്റെ കേസിൽ. ഇപ്പം നമുക്ക് ഇവിടോട്ട് വരുമ്പോഴത്തേക്ക് ഒത്തിരി ഹൈ എൻഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പോൾ G8 യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റീസ്. ആൻഡ് ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ്. നല്ല യൂണിവേഴ്സിറ്റീസാണ്. ഒരാൾ നല്ല കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി അവർ G8 ഫോക്കസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ G8 കിട്ടാനും അഡ്മിഷൻസൊക്കെ കിട്ടാനും പാടാണ്. കാരണം അവരുടെ ക്രൈറ്റീരിയ ഇച്ചിരിയും കൂടെ ടഫായിരിക്കും. അപ്പം നല്ല സ്കോർ ഷീറ്റും നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ടും അങ്ങനത്തുള്ള നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസൊക്കെ നന്നായിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിരിക്കണം നമുക്ക് അവിടെ എത്തിപ്പെടാൻ. അപ്പം അതൊരു കാര്യമാണ്. പിന്നെ ഉള്ളത് മീഡിയം യൂണിവേഴ്സിറ്റീസ്, അതായത് G8 കഴിഞ്ഞ് വരുന്ന ഒരു ബഞ്ച് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അവരും വളരെ നല്ല ലെവൽ ഓഫ് എഡ്യൂക്കേഷനാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അവരുടെ ഫീസ് G8 യൂണിവേഴ്സിറ്റീസിന്, അതായത് G8 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് 8 യൂണിവേഴ്സിറ്റീസാണ്, ഇവിടുത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റീസാണ് G8 എന്ന് പറയുന്നത്. അപ്പം ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു തന്നത്. അപ്പം രണ്ടാമത്തെ ടിയറിൽ വരുന്നത് G8 കഴിഞ്ഞ് നിൽക്കുന്ന കുറച്ച് ഒരു ലെറ്റ്സ് സേ ഒരു 5 to 10 യൂണിവേഴ്സിറ്റീസ്, അല്ലെങ്കിൽ ഒരു 5 യൂണിവേഴ്സിറ്റീസ് ഇൻ എവറി സ്റ്റേറ്റ് ഐ വുഡ് സേ. അപ്പം അവരും പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജസ് സ്റ്റിൽ വർത്ത്. കാരണം അവരുടെ കോഴ്സസ് എല്ലാം ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് റെക്കഗ്നൈസ് ചെയ്യുന്ന കോഴ്സുകളായിരിക്കും. അപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തെ ഇൻഡസ്ട്രീസിലെല്ലാം അത് വാലിഡ് ആയിട്ടുള്ള കോഴ്സുകളായിരിക്കും. അവർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടാനും ഒക്കെയുള്ള സാധ്യതയായിട്ടുള്ള കോഴ്സുകളായിരിക്കും. അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ് ആ ഒരു സെക്കൻഡ് ടിയർ. തേർഡ് ടിയർ എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് കമ്മിങ് ഹിയർ ഒത്തിരി പേര് ദേ എൻഡ് അപ്പ് ഇൻ കോളേജസ്. പണ്ടൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, അതായത് ദേ വിൽ ഗെറ്റ് ദി അഡ്മിഷൻ done in any of the universities, and once they come here they will change their course to a
ലോ ഫീസ് കോളേജ്. അതായത് അവർ ഇവിടെ വന്നതിന് ശേഷം അവരവരുടെ കോഴ്സ് അങ്ങ് മാറ്റി ഒരു ലോ ഫീസിലേക്ക് മാറും. പക്ഷെ അതിപ്പം അതിനകത്ത് ഒത്തിരി റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം ഗവൺമെൻറ് അത് അനുവദിക്കുന്നില്ല. കാരണം ഒത്തിരി പേര് അങ്ങനെ പല പല സ്റ്റേറ്റിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ ഇത് ചെയ്യുന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് അതിപ്പം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇഫ് യു എൻഡ് അപ്പ് ഇൻ വൺ യൂണിവേഴ്സിറ്റി ദെൻ യു ആർ ബൗണ്ട് ടു കംപ്ലീറ്റ് യുവർ സ്റ്റഡീസ് ഇൻ ദാറ്റ് സെയിം യൂണിവേഴ്സിറ്റി അൺലെസ് യു ഹാവ് ഗോട്ട് സർട്ടൻ ക്രൈറ്റീരിയ വേർ നമുക്കത് നമ്മളെ ആ ക്രൈറ്റീരിയ നമുക്ക് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു സ്വിച്ച് നടത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോഴത്തെ ലോ അനുസരിച്ച് അങ്ങനെയാണ്. അപ്പം അങ്ങനത്തെ ഈ 3 ടിയേഴ്സാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സോറി, ഞാൻ ഒത്തിരി വലിച്ചു നീട്ടിയെങ്കിൽ സോറി. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയാൻ, നിങ്ങളുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽസ് നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടിയറിലേക്ക് ഫിറ്റ് ആകാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാരണം എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമുക്കൊരു മാക്സിമം 2 to 3 ഇയേഴ്സിൽ നമുക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ ലോണും അങ്ങനത്തുള്ള ബാധ്യതകളെല്ലാം നമുക്ക് തീർക്കാൻ പറ്റണം. അപ്പം അതിനനുസരിച്ച് വേണം നിങ്ങൾ എടുക്കേണ്ട ഒരു കോഴ്സ് ആയിക്കോട്ടെ. അതിനകത്ത് നിങ്ങൾ എന്തോരം എക്സ്പെൻസ് വരുന്നുണ്ട്. കാരണം ഈ ട്യൂഷൻ ഫീസിൻ്റെ പുറമെ നമുക്കിവിടെ ലിവിങ് എക്സ്പെൻസസ് വരുന്നുണ്ട്. ആ ലിവിങ് എക്സ്പെൻസസ് വിച്ച് ഇൻക്ലൂഡ്സ് ദി പബ്ലിക് ട്രാൻസ്പോർട്ട്, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചേർത്തുള്ള ലിവിങ് എക്സ്പെൻസസ് വരുന്നുണ്ട്. അപ്പം അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. സോ ദാറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ആ ഒരു ലയബിലിറ്റി നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസസ് ആണ്. അതായത് ലിവിങ് എക്സ്പെൻസസും പിന്നെ ഇവിടുത്തെ പൊതുവെയുള്ള എക്സ്പെൻസസ് അത് നമ്മൾ എങ്ങനെ മീറ്റ് ചെയ്യും? അതിന് വീണ്ടും നമുക്ക് മീൻസ് നാട്ടിൽ നിന്നുള്ള ഒരു ഇൻപുട്ട് വേണോ, അതോ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇവിടുന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനെക്കുറിച്ച് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റീച്ച് ഔട്ട് ചെയ്യുന്നതെന്നല്ല ഞാൻ പറഞ്ഞു വന്ന്. ഒത്തിരി പേർക്ക് ആ ഒരു സംശയമുണ്ട്. അതായത് എങ്ങനെ അവർ അവരുടെ ഇവിടുത്തെ ഒരു സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന ഒരു കാലയളവിൽ എങ്ങനെ അവർ സർവൈവ് ചെയ്യുന്നത്. അപ്പം അതിനും ഞാൻ എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ ആൻസർ കൊടുക്കാറുണ്ട്. എല്ലാവരുടെയും കേസ് ഡിഫറെൻ്റ് ആണ്. ഇപ്പം എൻ്റെ കേസുമായിട്ട് മറ്റൊരാൾക്ക് അങ്ങനത്തെ തന്നെ സിമിലർ എക്സ്പീരിയൻസ് വരണമെന്ന് എനിക്കറിയാം അത് സാധ്യമല്ലെന്ന്. അപ്പം ഞാൻ അവരോടെല്ലാവരോടും അങ്ങനെ തന്നെയാണ് പറയുന്നതും. അതായത് എന്നോട് ചോദിക്കുന്നവരോടെല്ലാവരോടും ഞാൻ അതാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കേസ് ഇങ്ങനെയായിരുന്നു, അതിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കൊരു അഡ്വൈസ് തരാം. പക്ഷേ അത് തന്നെയായിരിക്കും നിങ്ങളുടെ കേസെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം അതിലേക്ക് ഞാൻ എത്തിച്ചേരാം. അതായത് എങ്ങനെയാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാം. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പഠിത്തത്തിനിടയ്ക്ക് മീൻസ് നമുക്ക് സ്റ്റുഡൻസിന് ആർക്കും പോയി വേറെ ജോലി ചെയ്യാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി പേര് പാർട്ട് ടൈം ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ഒരു കൾച്ചർ പതിയെ വരുന്നുണ്ട്, വിച്ച് ഇസ് റിയലി ഗുഡ്. പക്ഷേ ഒരുപാട് പേര് അങ്ങനെ ചെയ്യാറില്ല. അവർ വീട്ടിൽ നിന്ന് പഠിക്കുന്നു, കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്നു, ആ ഒരു രീതിയാണ്. പക്ഷേ ഇവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഇവിടെ ഒരു 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ 16 വയസ്സിലൊക്കെ ഇവിടുത്തെ പിള്ളേർ അവർ പഠിത്തത്തിനൊപ്പം തന്നെ അവർ പാർട്ട് ടൈം ജോലി ചെയ്തു തുടങ്ങും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഈ മെക്ഡൊണാൾഡ്സിലും അല്ലെങ്കിൽ വൂൾവർത്തിലും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് റിസർവേഷൻ വരെ ഉണ്ട്. കാരണം അവർക്ക് പേയ്മെൻറ്റ് കുറച്ച് കൊടുത്താൽ മതി. ഇവിടുത്തെ ബിസിനസ് അവരെ കുറച്ച് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. പക്ഷേ അവർക്ക് ജോലി അവർ കൊടുക്കും. അപ്പോൾ ചെറിയ ചെറിയ ജോലികൾ ആണ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ ഒരു കൾച്ചറിലാണ് അവർ വരുന്നത്. അപ്പം ബൈ ദ ടൈം ദേ റീച്ച് ദർ യൂണിവേഴ്സിറ്റി സ്റ്റഡീസ് ഓൾറെഡി ദേ ഹാവ് ഗോട്ട് അറ്റ്ലീസ്റ്റ് 5 years ഓഫ് എക്സ്പീരിയൻസ്. സോ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ പിള്ളേർ ട്രെയിൻഡായി വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേരുമ്പോഴും നമുക്കും പാർട്ട് ടൈം ജോബ്സ് കിട്ടാം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ അതെങ്ങനെ കിട്ടും, ഏത് മേഖലയിലാണ് പാർട്ട് ടൈം ജോബ്സ്, ഇതൊക്കെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഒരു CV ഉണ്ടാക്കിയിട്ട് നമ്മൾ പല പല ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യണം. ആരെങ്കിലുമൊക്കെ നമ്മളെ റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്ഷനായിട്ട് നമുക്ക് സാധാരണ ജോലി കിട്ടാറുണ്ട്. ഇപ്പോൾ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, എനിക്കിവിടെ വന്ന ആ സമയത്ത് തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഒരു റെഫറൽ കിട്ടിയായിരുന്നു. ആ ചേട്ടനുമായിട്ട് ഇപ്പോഴും ഞാൻ വളരെ നല്ല കോൺടാക്റ്റാണ്. അപ്പം അങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഈ കൺട്രിയുടെ പ്രത്യേകത അത് തന്നെയാണ്. ഇപ്പം എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളെ ഞാൻ ഒരിക്കലും ടേൺ ഡൗൺ ചെയ്തില്ല. കാരണം ഐ നോ ദാറ്റ് ഐ ഹാവ് ബീൻ ത്രൂ ദിസ് സിറ്റുവേഷൻ. സോ
നമ്മളെല്ലാവരും ഒരു ഹെൽപ്പിംഗ് മൈൻഡോടുകൂടി ഉള്ള ഒരു ആൾക്കാരാണ്. അപ്പം ആരെങ്കിലുമൊക്കെ നമ്മളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ, നമ്മളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മളത് ആ ഡയലോഗ് പറയുന്ന പോലെ ചെയ്തു കൊടുക്കണമെന്ന് പറയുന്ന പോലെ. അപ്പം ആരെങ്കിലുമൊക്കെ കാണും നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ എൻ്റെ അഭിപ്രായത്തിൽ പാർട്ട് ടൈം ജോബ്സൊക്കെ കിട്ടാറുണ്ട്. അത് എങ്ങനെ അവർ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഡിഫറെൻ്റാണ്. ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന പോലെ ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ചിലവാണെന്ന് പറയുന്ന പോലെ, ഏത് രാജ്യത്ത് വിദേശത്ത് ചെന്നാലും നമുക്ക് വരവിൽ കൂടുതൽ ചിലവാക്കാനുള്ള ഒത്തിരി ടെൻഡൻസി ഉണ്ട്. അപ്പം നമ്മളത് എങ്ങനെ നമ്മളെ ഒന്ന് കണ്ടെയ്ൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എസ്പെഷ്യലി നമ്മൾ ആ സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലയളവിൽ എങ്ങനെ നമ്മളെ എക്സ്പെൻസൊക്കെ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ ഒന്ന് നന്നായിട്ട് എക്സ്പെൻസസ് മാനേജ് ചെയ്യുന്നു, അതിനനുസരിച്ചിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസസ് നിങ്ങളുടെ പാർട്ട് ടൈം ജോലിയും കൊണ്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നോ, അതോ നിങ്ങൾക്ക് അതിൻ്റെ പുറമേ നമുക്കൊരു എക്സ്ട്രാ ഫണ്ടിങ് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിൽ നിന്നോ നമുക്ക് കൊണ്ടുവരേണ്ടി വരുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ ആ ഡിഫറെൻറ്റ് കേസസ് എന്ന് പറഞ്ഞത്. ഇനി ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമുക്ക് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 20 hours ജോലി ചെയ്യാം ലീഗലി. അതായത് ഒരു വീക്കിൽ 20 hours ജോലി ചെയ്യാം. അപ്പോൾ ഒരു ഫോർട്ട് നൈറ്റ് ആകുമ്പോഴത്തേക്ക് 40 hours. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മിനിമം പേ എന്ന് പറയുന്ന അറ്റ്ലീസ്റ്റ് ഒരു $25 അക്രോസ് ദി ഇൻഡസ്ട്രി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം $25 വെച്ചിട്ട് നമ്മളൊരു 40 hours ഫോർട്ട് നൈറ്റ് ജോലി ചെയ്യുമ്പോഴത്തേക്ക് I believe that amount is still well enough to manage the expenses. Definitely നമുക്ക് നമ്മുടെ ലിവിങ് എക്സ്പെൻസസ് അതിനകത്തുനിന്ന് കവർ ആവും. പിന്നെ അതിൻ്റെ പുറമെ എൻ്റെ കേസിലൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് കുറച്ച് പൈസ നമ്മുടെ ഫീസിലേക്കും മാറ്റിവെക്കാൻ സാധിച്ചായിരുന്നു, നമ്മുടെ ട്യൂഷൻ ഫീസിലേക്കും. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സെമസ്റ്റർ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതായത് ഒരു സെമസ്റ്റർ കഴിഞ്ഞ് അടുത്ത സെമസ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു 2 weeks ഗ്യാപ്പ് കിട്ടും. ആ ഗ്യാപ്പിലും ആ 2 weeks ഗ്യാപ്പിലും നമുക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം. അത് നമ്മുടെ എംപ്ലോയർ, അതായത് നമ്മളെ പാർട്ട് ടൈം എംപ്ലോയ് ചെയ്യുന്ന ആ ഒരു എംപ്ലോയർ ഹാപ്പിയാണ് നമുക്ക് ഫുൾ ടൈം ആ സമയത്തേക്ക് കിട്ടാനൊരു സ്കോപ്പ് ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ മെയിൻ സെമസ്റ്റേഴ്സ് തമ്മിലുള്ള, അതായത് ഇപ്പം സെക്കൻഡ് സെമസ്റ്ററും തേർഡ് സെമസ്റ്ററും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഓൾമോസ്റ്റ് ഒരു 2.5 to 3 months വരും. ഒരു 12 weeks കിട്ടും. അപ്പോൾ ആ 12 weeks നമുക്ക് അഗെയിൻ വി ക്യാൻ വർക്ക് ഫുൾ ടൈം ലീഗലി. നമുക്ക് അതായത് എപ്പോഴൊക്കെ സ്റ്റഡീസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് ലീവുള്ള സമയത്ത് നമുക്ക് ഫുൾ ടൈം ജോലി ചെയ്യാം. അപ്പം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ നമ്മളെ പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ വർക്ക് ഫുൾ ടൈം. സോ വി ക്യാൻ ഏൺ മോർ. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ ഏൺ ചെയ്യുന്ന എക്സ്ട്രാ മണി വി ക്യാൻ കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് അവർ ട്യൂഷൻ ഫീസ് ഹിയർ. സോ വി ഡോണ്ട് ഹാവ് ടു എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺ ദി എഡ്യൂക്കേഷൻ ലോൺ. വി ക്യാൻ കുറച്ച് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ലോണിലുണ്ടാകുന്ന ലയബിലിറ്റി വളരെ കുറഞ്ഞു കിട്ടും. ഓൾമോസ്റ്റ് ഹാഫൊക്കെ ആക്കിയെടുക്കാൻ പറ്റും ഈസിലി. സോ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ ഈസി ഈസ് ടു ഗെറ്റ് PR? അത് അഗെയിൻ ഒരു സബ്ജക്റ്റീവ് ആൻസർ ആയിരിക്കും. അതായത് നമുക്ക് ഒരാളുടെ എക്സ്പീരിയൻസ് വേറൊരാളുടെ എക്സ്പീരിയൻസ് ആണോന്നൊരു നിർബന്ധവുമില്ല. ആൻഡ് അത് എസ്പെഷ്യലി PR-ൻ്റെ കേസിൽ, പെർമനൻറ്റ് റെസിഡൻസിയുടെ കേസിൽ. ഇനി പെർമനൻറ്റ് റെസിഡൻസി എന്തുവാണെന്ന് മീൻസ് മോസ്റ്റ് ഓഫ് ദി വ്യൂവേഴ്സിന് അറിയായിരിക്കും. പെർമനൻറ്റ് റെസിഡൻസിയും കൊണ്ട് എന്താ, അതായത് PR അതാണ് നമ്മൾ വൺ ഓഫ് ദി മെയിൻ മൈൽ സ്റ്റോൺസ് എന്ന് നമ്മളെല്ലാം കരുതുന്നത്. എസ്പെഷ്യലി പുറത്തേക്ക് വരുന്ന ആൾക്കാർക്കറിയാം. അപ്പോൾ എന്തുകൊണ്ടാണ് PR ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? പലരും ചിന്തിക്കും, PR എടുത്ത് അങ്ങ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുവാണ്, പിന്നെ നമ്മുടെ നാടുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല എന്നുള്ള ഒരു ധാരണയുണ്ട്. പക്ഷേ അതൊരു ഒരു പരിധിവരെ അത് സത്യമാണ്. കാരണം നമ്മൾ ഹുവെവർ എൻഡ്സ് ഓഫ് ഗെറ്റിംഗ് PR നെവർ ഗോസ് ബാക്ക് എന്നുള്ളൊരു രീതിയുണ്ട് ഇവിടെ. പക്ഷേ എന്തായാലും അത് ഒരു നമ്മൾ അങ്ങ് മൈഗ്രേഷൻ്റെ രീതിയിൽ മാത്രം ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിലേക്ക് ഇതര സംസ്ഥാന തൊഴിലാളികൾ വരുന്നു. അപ്പം അവർക്കൊരു ജോലി കൊടുക്കണമെങ്കിൽ, ഇപ്പോൾ ഒരു കോൺട്രാക്ടർ അവരെ സമീപിക്കണമെങ്കിൽ, ഇപ്പം ലേബറേഴ്സായിട്ടൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ജോലി കൊടുക്കണമെങ്കിൽ അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അവർ ചെറുതായിട്ടെങ്കിലും നോക്കത്തില്ലേ? അതായത് ഇയാൾ വേറെ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇയാൾ എത്ര നാളായിട്ട് നാട്ടിലുണ്ട് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്കൊരു മെയിൻ സ്ട്രീം ജോലി, അതായത് നമുക്ക് ഇപ്പം ഒരു എൻജിനീയറായിട്ടോ അല്ലെങ്കിൽ ഒരു വേറെ ഡോക്ടറായിട്ടോ ഒക്കെ നമുക്ക് ജോലി ചെയ്യണമെങ്കിൽ ഇവിടുത്തെ എംപ്ലോയേഴ്സ് നോക്കും എത്ര നാൾ ഇയാൾ ഈ രാജ്യത്ത്
തുടരുമായിരിക്കും. കാരണം അവർക്കും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കുമല്ലോ അവരെ സംബന്ധിച്ച് അവർക്കും ബെനഫിഷ്യൽ. അപ്പം അതുകൊണ്ടാണ് ഇവിടുത്തെ ജോലിക്ക് വേണ്ടിയിട്ട് PR വേണം, PR ഉണ്ടെങ്കിൽ ജോലിക്ക് എളുപ്പം എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അതായത് PR ഉണ്ടെങ്കിലേ ജോലി കിട്ടൂ എന്ന് അതിനുകൊണ്ട് മീൻ ചെയ്യുന്നില്ല. PR ഇല്ലാത്ത കേസിലും ഒത്തിരി പേർക്ക് ജോലി കിട്ടാറുണ്ട്. പക്ഷേ PR ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമാണ്. അതായത് ഓക്കെ, നമ്മളൊരു എംപ്ലോയറിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് PR പൊതുവേ PR പോയതിന് ശേഷമേ ബാക്കിയുള്ള PR ഇല്ലാത്തവർക്ക് ഒരു കൺസിഡറേഷൻ കിട്ടുമെന്നുള്ള ഒരു ചെറിയൊരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു PR ഉള്ള ഒരാളെ സംബന്ധിച്ച്. അപ്പോൾ അതാണ് ഞാൻ ആ PRൻ്റെ ആ ഒരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. അതായത് എന്തുവാണ് PR കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി PR കൊണ്ട് കിട്ടുന്ന ഒത്തിരി ബെനിഫിറ്റ്സ് വേറെയുണ്ട്. അതായത് നമുക്കിവിടുത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പം നമുക്കിവിടുത്തെ പബ്ലിക് ഹെൽത്ത് കെയർ സിസ്റ്റം നമുക്ക് ഫ്രീ ആയി കിട്ടും. അതായത് നമ്മൾ ഡോക്ടറിനെ കാണുന്നതിനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവുന്നതിനും എന്ത് ചികിത്സയ്ക്കും പബ്ലിക് സിസ്റ്റത്തിൽ പോകുന്നതിന് പിന്നെ നമുക്ക് ഇവിടെ പിന്നെ ഇവിടെ സെൻട്രൽ ലിങ്ക് എന്ന് പറയുന്ന ഒരു ബോഡിയുണ്ട്. അപ്പം നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ഒത്തിരി ഹെൽപ്പാവും. ഇവിടെ ജോലി അസിസ്റ്റൻസ്, അതായത് ജോബ് സീക്കർ അസിസ്റ്റൻസ് പേയ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് ഒരാൾ ഇൻവോളണ്ടറി ആയിട്ട് അയാളുടെ ജോലി പോവുകയാണെങ്കിൽ അയാൾക്ക് അടുത്ത ജോലി കിട്ടുന്നിടം വരെ ഗവൺമെൻറ്റിൽ നിന്ന് എല്ലാ ആഴ്ചയിലും ഒരു നിശ്ചിത തുക പേയ്മെൻറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോം ലോൺ എടുക്കാനും ഒക്കെ ഗവൺമെൻറ് നമുക്ക് വേണ്ടിയിട്ട് ഗ്യാരണ്ടറായിട്ട് ആക്ട് ചെയ്യും. അതപ്പം നമുക്ക് ഹോം ലോൺ കിട്ടാനും ഒക്കെ കുറച്ചും കൂടെ നമുക്ക് ഡ്രോയിങ് കപ്പാസിറ്റി കൂടുകയും ചെയ്യും. അതുപോലെ നമുക്ക് ഹോം ലോണൊക്കെ കിട്ടാനും അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ കിട്ടാനും കാർ ലോൺ കിട്ടാനും അങ്ങനെയൊക്കെ ഉള്ള ബെനിഫിറ്റ്സ് കിട്ടും. ഇത് ജസ്റ്റ് ഫ്യൂ ബെനിഫിറ്റ്സേ ഉള്ളൂ. കുറേ അധികം ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പം PR-കാർക്ക്. എന്തുകൊണ്ട് PR ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ഫ്യൂ ഓഫ് ദി ഗുഡ് ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളെ മലയാളികളൊക്കെ വന്നിട്ട് ഈ ഒരു ബെനിഫിറ്റ്സൊക്കെയാണ് മോസ്റ്റ്ലി യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് വീട്, ഹെൽത്ത് കെയർ, പിന്നെ ജോലിയുടെ കാര്യങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അതായത് PR-നെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. PR കിട്ടാൻ എളുപ്പമാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറയും എളുപ്പമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ഒരാൾ അത്യാവശ്യം സ്ട്രക്ചറായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹീൽ ഗെറ്റ് ദ PR. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓസ്ട്രേലിയ ഒരു മൈഗ്രൻസിൻ്റെ കൺട്രിയാണ്. അപ്പം അവർക്ക് ദേ ആർ ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ ദി മൈഗ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി. അതായത് ഇമിഗ്രൻസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓസ്ട്രേലിയൻ എക്കണോമി ഫുള്ളി സസ്റ്റെയിൻ ചെയ്യുന്നത്. ഒരു ഘട്ടത്തിലും അവർക്ക് ദേ കനോട്ട് സേ നോ ടു ഇമിഗ്രേഷൻ കംപ്ലീറ്റ്ലി. അപ്പം എൻ്റെ ഒരു ടേക്ക് അതാണ്. അതായത് ദിസ് കൺട്രി ഈസ് റൺ ബൈ ഇമിഗ്രൻസ് ലൈക്ക് മീ. ഇപ്പം ഞാൻ ഇവിടുത്തെ ഒരു ഇമിഗ്രൻ്റാണ്. അപ്പം അതുപോലെ തന്നെ ലക്ഷക്കണക്കിന് ഇവിടെ ഒത്തിരി നമ്മുടെ കേരളത്തിന് അത്രയും പോലും പോപ്പുലേഷനൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് ഒരു ഭൂരിഭാഗം പേരും ഇങ്ങനെ നമ്മളെപ്പോലെ തന്നെ ഇമിഗ്രൻസ് ആയിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്ക് കംപ്ലീറ്റ് നോ പറയുന്ന ഒരു ഘട്ടമൊന്നും ആയിട്ടില്ല. ഇപ്പോഴും അവർ ഓരോ പ്രോഗ്രാമിലൂടെ എല്ലാ വർഷവും ഒരു 1 ലക്ഷം പേര് അല്ലെങ്കിൽ 2 ലക്ഷം പേര് അവർ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് വിസ കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. താങ്ക് യു. ഞാനൊരു പാർക്കിലാണ്, അപ്പോൾ ഒരു കുഞ്ഞ് വന്നാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം എപ്പോഴും എല്ലാ വർഷവും ഉണ്ട്. അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ പോയിൻ്റ് ബേസ്ഡ് ഒരു ക്രൈറ്റീരിയയാണ് PR ഇൻവൈറ്റ് കിട്ടുന്നത്. കാനഡ പോലെ തന്നെ ഇവിടെയും പോയിൻ്റ് ബേസ്ഡ് ആണ്. അപ്പം ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ പോയിൻ്റ് ഉണ്ട്. ഞാൻ ഇനിയും വരുന്ന വീഡിയോകളിൽ ഞാൻ ആ പോയിൻറ്റ്സും അല്ലെങ്കിൽ എല്ലാം ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പോയിൻ്റ് ബേസ് സിസ്റ്റമാണ്. ഈ പോയിൻറ്റ്സ് എങ്ങനെയാണ് നമ്മൾ കരസ്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന സ്റ്റഡീസിന് പോയിൻറ്റ്സ് ഉണ്ട്, നമ്മൾ ബാച്ചിലേഴ്സ് എടുത്തതിന് പോയിൻറ്റ്സ് ഉണ്ട്, നമ്മുടെ ഏജിൻ്റെ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ത്രെഷോൾഡ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ you are eligible to apply, and then you can put up your application, and if they invite you, you can submit the visa. So inganana oru system. Now it's a bit complicated. I'm not saying that it's as simple as that, but still it is very much gettable. So PR ഞാൻ എന്നോട് ചോദിക്കുന്ന സ്റ്റുഡൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ
നിങ്ങളുടെ ഒരു സ്ട്രക്ചർ പ്ലാൻ സ്ട്രക്ചർ ചെയ്തിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ദ ടൈം യു ഫിനിഷ് യുവർ സ്റ്റഡീസ് ഓർ ലെറ്റ്സ് ഗിവ് മേ ബി അനദർ ഇയർ വിതിൻ ദാറ്റ് 3 years of you being in Australia, you will be eligible for PR and you can get it. So adana the easiest answer. Now if you deviate from your path and you do many jobs and you're focusing on just the financials, now that's a different story. So ഇവിടെ ഒത്തിരി പേര് വന്നിട്ട് ഇവിടെ വർഷങ്ങളായിട്ടുണ്ട്, അതായത് 10 വർഷം 15 വർഷമൊക്കെ ആയിട്ട് അവർ പല പല മേഖലയിൽ ജോലി ചെയ്തിട്ടുണ്ട്, അവർ ഒത്തിരി പൈസ ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർക്ക് PR ഇല്ല. കാരണം അവർ പി ആറിന് വേണ്ടിയിട്ടുള്ള പോയിൻറ്റ്സ് കരസ്ഥമാക്കാൻ അവരൊരിക്കലും സമയം കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ അവർക്കത് സാധ്യമായിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാ കേസും നമുക്ക് ഈസി ആണെന്ന് വിചാരിക്കാനും പറ്റത്തില്ല. കാരണം ഒത്തിരി പേർക്ക് ലാംഗ്വേജ് ടെസ്റ്റൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പം IELTS അല്ലെങ്കിൽ PTE ക്ലിയർ ചെയ്യാനൊക്കെ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു ബേസിക് സ്കോർ വെച്ചിട്ടും, ബേസിക് സ്കോർ ഇൻ ദ സെൻസ് ഒരു മീഡിയം 7s ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു ഹൈ പൊട്ടൻഷ്യൽ ഉണ്ട് ഒരു PR-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നമ്മൾ ഫ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം എസ്പെഷ്യലി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പേരൻസ്, അവരുടെ റിലേറ്റീവ്സ്. അപ്പോൾ അവരൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ അവർക്കൊരു ഐഡിയ കിട്ടട്ടെ, അതായത് എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു രീതി എന്നുള്ളത്. ഞാൻ ഇവിടുത്തെ പോസിറ്റീവ്സാണ് ഞാൻ മെയിൻലി പറഞ്ഞത്. ഇനിയും ഞാൻ ഒരാളോട്, അതായത് എന്താ പറയുന്നത്, എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാനൊന്നുമല്ല, ഞാൻ ജസ്റ്റ് 8 years ആയിട്ടുള്ളൂ. പക്ഷേ എന്നാലും എന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളോട് ഞാൻ ഫസ്റ്റ് പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ റെഡി ആയിരിക്കണം. ഓസ്ട്രേലിയ ഈസ് എ റിവാർഡിങ് കൺട്രി. ഇഫ് യു put in your hard work, definitely the country will reward you back. സോ ഫസ്റ്റ് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത്, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നെല്ലാം പുറത്ത് ഇറങ്ങിയിട്ട് നമ്മളൊരു പുതിയ രാജ്യത്തേക്ക് വന്നിട്ട്, കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ you have to do all the jobs yourself. I mean literally നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ രാജ്യത്തായിരിക്കുന്ന അത്രയും കാലവും നിങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും. പിന്നെ അതാണ് ഇവിടെ ഫ്രണ്ട്സ് ഇസ് ഫാമിലി. സോ ഫ്രണ്ട്സ് ആയിരിക്കും നിങ്ങളുടെ ഫാമിലി ഇവിടെ. അപ്പം നല്ലൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരണമെന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്കിവിടെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ വേറൊരാൾ കാണത്തില്ല. അപ്പം കുക്കിംഗ് ആയിക്കോട്ടെ, ക്ലീനിങ് ആയിക്കോട്ടെ, ലോണ്ട്രി ആയിക്കോട്ടെ, അതുപോലെ തന്നെ പാർട്ട് ടൈം ജോലിയൊക്കെ ഒത്തിരി ടയറിങ് ആയിരിക്കും പല കേസിൽ. ഇപ്പം ഞാൻ അതിലേക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നില്ല, കാരണം ഇനി ഇപ്പം നമ്മൾ ഒത്തിരി ലെന്തി ആയിട്ടുള്ള വീഡിയോസ് കാണാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ആ വീഡിയോസൊക്കെ ഞാൻ വീണ്ടും പിന്നീട് സമയം പോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പാർട്ട് ടൈം ജോലി നോട്ട് നെസസറിലി, ഇപ്പം പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, എന്തുവാണ് ഈ പാർട്ട് ടൈം ജോലി, എന്ത് ടൈപ്പ് ഓഫ് ജോലി ആയിരിക്കും. ഞാൻ കൂടുതലും നമുക്ക് കാഷ്വൽ അതായത് ലേബറർ ടൈപ്പ് ജോലികളായിരിക്കും ഇവിടെ പാർട്ട് ടൈം ജോലിയായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത്. നമുക്കൊരു ഫുൾ ടൈം വർക്കിംഗ് റൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് ബേസ്ഡ് ജോലി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കൂടുതൽ ആൾക്കാരും ഇങ്ങനെ വെയർ ഹൗസ് അസിസ്റ്റൻ്റായിട്ടും, അല്ലെങ്കിൽ ഡെലിവറി ഡ്രൈവേഴ്സ് ആയിട്ടും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൽ അസിസ്റ്റൻസ് ആയിട്ട്, അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി, അപ്പോൾ അങ്ങനത്തുള്ള ജോലികളൊക്കെയാണ് കൂടുതലും ആൾക്കാർ ചെയ്യുന്നത്. ഇനിയും ഓഫീസ് ജോലികളും കിട്ടുന്നവരും ഉണ്ട് കേട്ടോ. ഭാഗ്യമുള്ളവർക്കൊക്കെ ഓഫീസ് ജോലിയും കിട്ടും, പാർട്ട് ടൈം ആയിട്ടൊക്കെ അഡ്മിൻ റോൾസിലൊക്കെ കിട്ടും. അതും വളരെ നല്ലതാണ്. അപ്പം ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലക്ക് ആൻഡ് ഓൾസോ യുവർ ഫ്രണ്ട്സ് ഗ്രൂപ്പ്. നിങ്ങളെ റെഫർ ചെയ്യാൻ ആളുണ്ടെങ്കിൽ അങ്ങനെ. കാരണം ഓസ്ട്രേലിയ ഹൈലി ഡിപ്പെൻഡൻറ്റ് ഓൺ റെഫറലിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതായത് നിങ്ങളെ ഒരാൾ റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ദ സിസ്റ്റം, അല്ലെങ്കിൽ the manager thinks that okay, that person is suitable because somebody is referring them. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ഫോൾസ് ആയിട്ടുള്ള റെഫറൻസസ് ഒന്നും അങ്ങനെ ആരും പൊതുവെ മീൻസ് അങ്ങനെ ആരും ചെയ്യാറില്ല. അപ്പം നമ്മൾ ഒത്തിരി സംസാരിച്ചു, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യാൻ പറ്റി. ഇനിയും ഇതൊക്കെ മീൻസ്
കറക്റ്റ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ എന്നിരുന്നാലും ഇത് എന്നെക്കാട്ടിലും ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് ഡെഫിനറ്റ്ലി ദാറ്റ് മാറ്റേഴ്സ്. സോ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ ആസ് ഐ സെഡ് ലൈക്ക് കുറേ നാൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. എന്നിട്ട് സപ്പോർട്ട് മീ. സോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.